ഇതിപ്പോ ഇതിന്റെ വേരിന്ന് എടുക്കുന്ന വെള്ള ഈ അത്തിമരത്തിന്റെ പല അസുഖത്തിനും പറ്റുന്ന നല്ല ഒറിജിനൽ തണുപ്പ് നല്ല ഐസ് വാട്ടർ ഇതൊന്ന് ട്രൈ ചെയ്യണം. അല്ല what is your feel? You tell me what is ട്രൈ your ചെയ്യണം ഞാൻ പറഞ്ഞു. അതല്ലേ see also ഇതാണ് സാധനം. ഭയങ്കര പ്യുവർ ഫീൽ ആണ് അല്ലേ? ഭയങ്കര പ്യുവർ ഫീൽ ആണല്ലോ ഇതിന്. വണ്ടർഫുൾ. അയ്യോ അത്തി മുകളിൽ കണ്ടോ? തലേന്ന് മുകളിൽ കാട്ടത്തിയാണല്ലേ? കാട്ടത്തി. ഇത് എന്താ അത്തിയാണ് സാജ? മറ്റേ വലിയ എത്തില്ലേ അതല്ല. അല്ല സാജ ഇത് എന്തിനാണ് നീ എന്തിനാ എടുക്കുന്നത്? എന്തിനാ ഉപയോഗിക്കുന്നത്? നമുക്ക് നമ്മൾ കുടിച്ച് കിടക്കുകയാണെങ്കിൽ നല്ല ഉണർവ് കിട്ടും. രാവിലെയൊക്കെ നല്ല എനർജി ഉണർവും നല്ല സാറൊക്കെ ആയിരിക്കും. പിന്നെ ഇത് കുടിച്ച് രാവിലെ മൂത്രക്കല്ലിനൊക്കെ പറ്റുന്നു. മൂത്രക്കല്ലിന് പറ്റും. പിന്നെ മൂത്രത്തിന് നടുവേദനല്ലേ അതിന് പറ്റും. പിന്നെ നമ്മൾ വിശപ്പ് നല്ല ഇതാകം. ഇതൊരു രാവിലെ ഒരു ഒറ്റ ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 11 മണി വരെ വെള്ളം കുടിക്കാൻ തോന്നില്ല. അത്രയ്ക്ക് ഒരു ശരീരത്തിനുള്ളിൽ ഒരു എനർജിയാണ്. ഇതൊരു ഗംഭീരമാണ് കേട്ടോ വിനോദ്. ശരിക്കും നമുക്കൊരു ഞാൻ ഇത്ര കാലം വയനാട്ടിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു സാധനത്തെ കുറിച്ച് കേട്ടില്ല. ഇത് ശരിക്കും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 10 ലിറ്റർ വെള്ളം വരെ ഒറ്റ കിട്ടും. വൈകുന്നേരമാണ് ഇതിന്റെ വെള്ളത്തിന്റെ ഉറവ് വരുന്നത്. പകൽ ഇങ്ങോട്ട് വരില്ല. രാത്രി വെച്ച് കഴിഞ്ഞാൽ രാത്രി ഫുൾ നേരം വെക്കുന്നത്. ഇതിപ്പോ നീ ഇന്നലെ വെച്ചാണോ? ഇന്നലെ വെച്ചിട്ടാണ് ഈ വെള്ളം കിട്ടിയത്? 2 ലിറ്റർ എടുത്ത് മാറ്റി. എടുത്തു കഴിഞ്ഞിട്ടുള്ള ബാക്കിയാണ് അല്ലേ? ബാക്കിയാണ്. വേരിങ്ങനെ വെട്ടുക. ഇത് ഡെയിലി വെട്ടി കൊടുക്കണം വേര്. ചെത്തുന്ന പോലെ തന്നെ. കള്ളെത്തുന്ന പോലെ തന്നെ. അതാണ് ഇവര് അത്തിക്കള്ള് എന്ന് പറയണേ അല്ലേ? ഡെയിലി ചെത്തി കൊടുക്കണം എന്നാലേ വഴിയുള്ളൂ. എന്തായാലും കൊള്ളാട്ടോ. ഞാൻ കുറച്ചുകൂടെ കുടിച്ചോട്ടെ? കുഴപ്പമില്ലല്ലോ അല്ലേ? നല്ല ഇതിന്റെ ഫീൽ തന്നെ ഭയങ്കര കേട്ടോ വിനോദ്. തൊണ്ട നനയും. സൂപ്പർ ഫീലിംഗ് ആണ്. തേഴ്സ്റ്റ് quenches your taste. thirst. അല്ല ഞാൻ എത്ര കാലം വയനാട്ടിലുണ്ടായിരുന്നു വിനോദ്. പക്ഷെ ഞാൻ പല സാധനങ്ങളിലും ഇവര് ഈ ഇടയ്ക്ക് പോയിട്ടുണ്ട്. പക്ഷെ സാജൻ ഇത് ശരിയായിരിക്കും. കാരണം ഇതിൽ അസിഡിഫൈ ചെയ്യുന്നൊക്കെ ഉണ്ടാവും. യൂറിന്റെ pH ഒക്കെ മാറ്റുന്നുണ്ടാവും. നേരെ ആയിരിക്കും. കാരണം ഇവിടുന്ന് അബ്സോർബ് ചെയ്ത് എടുത്തിട്ട് പിന്നെ ഡബിൾ ഫിൽറ്റർ ചെയ്തിട്ടാണല്ലോ തിരിച്ചു വരുന്നത്. അപ്പൊ ഇതിന്റെ ഈ കണ്ടന്റും കൂടി ചേരുമ്പോൾ പിന്നെ അതും ഇപ്പൊ പഴുത്ത് കായായി കിടക്കുന്ന മരം. ശരിക്കും മൂത്രക്കല്ലില്ലേ കുട്ടികൾക്കൊക്കെ ഇവനത് ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെ തന്നെ കേട്ടോ തയ്യാറാക്കി കേൾക്കുന്നത്. കാരണം അത് കൊണ്ടു നടക്കാനുള്ള സൗകര്യം കൊള്ളാം സാജ. എന്തായാലും ഇത് നമുക്ക് നോക്കാം. ഇത് ആളുകൾക്കൊന്നും അറിയാത്ത കുറെ അറിവുകളാണ് ഇതൊക്കെ. അപ്പൊ ഡോക്ടർ ഇതിന് എന്താ നമുക്ക് പേരിടുക? അല്ല ഇവരെന്നെ പേരിട്ടല്ലോ. ഇവര് പറഞ്ഞ അത്തിക്കള്ളെന്നാണ്. നമുക്കിപ്പോ ഇംഗ്ലീഷ് പറയണെങ്കിൽ ഇതിന് ഫിഗ് ടോഡി എന്ന് പറയാൻ പറ്റില്ല. ഫിഗ് ടോഡി അല്ല, ഫിഗ് ഡ്യൂ ആക്ച്വലി. എക്സാക്ട്ലി ഇറ്റ്സ് ഫിഗ് ഡ്യൂ. കാരണം വെച്ചാൽ അങ്ങനെയാണല്ലോ രാത്രിയിലാണ് ഇത് വരുന്നത്. or you can also call it a fig honey. No, honey എന്ന് പറയാൻ പറ്റില്ല. Then what do you think? It's supposed to be exceller, you know. It's anti-aging, so many anti things because pH is very low. എന്തായാലും ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഇതിനുണ്ട്. എന്തായാലും അതാണല്ലോ ഈ ആൾക്കാർ വയനാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എക്സ്പെഷ്യലി ഇവർ പറഞ്ഞല്ലോ മറ്റേ ബേബിയുടെ പറഞ്ഞ മാതിരി അപ്പോ തന്നെ ഈ യൂറിനറി ഇൻഫെക്ഷന് ഏറ്റവും കൂടുതൽ പ്രധാനം ഹണിമൂൺ ത്രസ്റ്റിന്. അതെ ഹണിമൂൺ സിസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞ രോഗം എല്ലാവർക്കും ഉള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും ഈ കല്യാണം കഴിഞ്ഞ ഉടനെ 6 മണിയാകുമ്പോൾ വരുന്നിട്ട് ഇങ്ങനെ ചെത്തും. ഇങ്ങനെ ചെത്തി ഇതിങ്ങനെ കളയും. ഏത് ചെത്തിന്റെയും പോലെ പിന്നെ ഏറ്റവും നൈസായിട്ട് ചെത്തിയാൽ അത്രയും നല്ലത്. അതായത് അതിന്റെ ലൈഫ് അതുപോലെ കിട്ടുമല്ലോ. കിട്ടും. ഇങ്ങനെ എത്തിയിട്ട് എന്നിട്ട് ലേശം വെള്ളം കൊണ്ട് കഴുകണം. പച്ചവെള്ളം കൊണ്ട് തുള്ളി കഴിയാൽ തുള്ളി വെള്ളം. സാജത് ചെറുപ്പം മുതലേ നീ കണ്ടുപിടിച്ചതാണ് അതൊക്കെ ആൾക്കാർ കാരണന്മാര് ചെയ്യുന്നതാണ് അല്ലേ? ഇങ്ങനെ കഴുകും. ഓ എന്നിട്ട് ഒരു കുപ്പി ഇതിനെ വെച്ചാണ് ഇപ്പൊ ഞാൻ കുടിച്ച് തീർത്തല്ലോ. ഈ കുപ്പി ഇങ്ങനെ വെക്കും. ഇങ്ങനെ കറക്റ്റായിട്ട് ഇതിനുള്ളിൽ ഒരു 7 മണി ആകുമ്പോഴത്തേന് ഒരു 6-7 മണി തണുപ്പ് വിടാം. അപ്പം തന്നെ ഡ്യൂ കറക്റ്റ് നെയിമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. തണുപ്പ് വീണാലേ പറ്റുള്ളൂ. തണുപ്പ് വീഴുമ്പോഴത്തേന് വെള്ളം ഡിസംബറിലായിരിക്കും നല്ലോണം കിട്ടുക അല്ലേ? കാരണം ഇത് കായ പഴുക്കാൻ തുടങ്ങി. പിന്നെ നല്ല കാ പഴുക്കുമ്പോൾ അതിന്റെ ഒരു കാ പഴുത്തതിന്റെ ഒരു ഇത് കൂടെ ഇതിൽ വേരിൽ വരും. നല്ല തണുപ്പും വേണം. മഞ്ഞും കൂടിയാവും. അതൊരു 9 മണി വരെ വെള്ളം ചാടും. അത് പിന്നെ നിൽക്കും. പിന്നെ പകലൊന്നും ഉണ്ടാവില്ല. അത് ശരിയാണ്. റെസ്പിറേറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടല്ലേ മുകളിലേക്കല്ലേ ഇവാപറേറ്റ് ചെയ്ത് പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. ഡെയിലി ഈ വേരുന്നെല്ലാം ഒരു 3 ലിറ്റർ വെള്ളം കിട്ടും. അതല്ലേ? മരങ്ങൾ ഭയങ്കര റയറാണ് ഇപ്പോ.
ഈ അത്തിമരത്തിന് ഇപ്പൊ റയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര റയറാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഇതിപ്പോ ഭാഗ്യത്തിന് നമ്മുടെ വരുന്നത് എനിക്ക് കുപ്പമടി എസ്റ്റേറ്റിൽ 1-2 ഒക്കെ ബാക്കിയുണ്ടെന്ന് അതേപോലെ ഇടയ്ക്കലുണ്ട്. പക്ഷെ വളരെ റയറാണ്. അപ്പൊ ആ റയർ ഇതാണ് ഈ ഓരോ മരങ്ങളുടെ ഒരു ഗുണം എന്ന് പറഞ്ഞല്ലേ, നമ്മൾ ഈ വെറുതെ ഇത് പാഴ്മരം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വെട്ടിക്കളയാനുള്ള അല്ലാണ്ട് ആല് വേരിറങ്ങുന്ന പോലെ വെട്ടിക്കളയുന്ന സാധനങ്ങൾ ഒരിക്കലും പെട്ടത്. അത്തി വെള്ളത്തിന് ചനപ്പുള്ളിടത്ത് അത്തി നിൽക്കുള്ളൂ. വെള്ള ചനപ്പുള്ള എവിടെ ഉണ്ടെങ്കിൽ അത്തി അവിടെ ഉണ്ടാവുള്ളൂ. അതാണ് അതിന് പ്രത്യേകത. എവിടെ ഉണ്ടെങ്കിൽ അവൻ മാത്രമല്ല, അവൻ വലിച്ചെടുത്തിട്ട് നമുക്ക് മനുഷ്യന് ഇതൊക്കെ ഇത് എങ്ങനെ കണ്ടുപിടിക്കണം. പണ്ടൊക്കെ കാരണന്മാർ എങ്ങനെയാന്ന് വെച്ചാൽ അത്തി നിൽക്കുന്നതിന്റെ പരിസരത്തെ കണ കുത്തുന്നത്, അല്ലാതെ ഒരു സാധനം നോക്കിയല്ല കുത്തുന്നത്. ശാസ്ത്രമായിട്ട് അങ്ങനെയാണ്. അത്തി നിൽക്കുന്നിടത്ത് കണ അത്തി ഇതിന്റെ ചുറ്റോടെ കണ കുത്തുന്നത്. ആ അത്തിയുള്ളിടത്തെ ഭാഗത്ത് ചുറ്റോടെ വെള്ളം ഉണ്ടാവും. അങ്ങനെ തന്നെ പഴയ തറവാട് വീഡിയോ കണ്ടില്ലേ? ഒരുമിച്ച് അപ്പൊ ഇത് നമ്മുടെ പാളയൊന്ന് മൂടിയും വെച്ചുട്ടോ. അപ്പോൾ നമ്മുടെ സുഹൃത്ത് സാജൻ്റെ ഒരു അറിവാണ്. സാജനല്ല, വർഷങ്ങളായിട്ട് വയനാട്ടിൽ ആളുകൾ പ്രാക്ടീസ് ചെയ്തു വന്ന സ്ഥിതിയാണ്. നമുക്കിത് അറിയില്ലായിരുന്നു. കാട്ടത്തി എന്ന് പറഞ്ഞാൽ ആ വലിയ മരമാണ്. ഇപ്പോൾ ആൾക്കാർക്ക് വെട്ടിക്കളഞ്ഞ് നശിച്ച് കളഞ്ഞു. അതിൻ്റെ വേര് വെട്ടിയിട്ട് അതിൻ്റെ കള്ള് ചെത്തുന്ന പോലെ ചെത്തിയെടുക്കുന്ന ഒരു ഫ്ലൂയിഡാണിത്. അത് ഞങ്ങളതിന് പേരിട്ടു, വിനോദാണ് പേരിട്ടത്. അതിന് ഫിഗ് ഡ്യൂ എന്നാണ് പറയുന്നത്. ഇവർ അത്തിക്കള്ള് എന്നാണ് പറയുന്നത്. നമ്മൾ ശരിക്കും ഡ്യൂ ആണ്. കാരണം വെച്ചാൽ നല്ല തണുപ്പുള്ളപ്പോഴും ഡിസംബറിലാണ് ഏറ്റവും കൂടുതൽ കിട്ടുക. വെള്ളം ഒരു 3 ലിറ്റർ 3.5 ലിറ്ററോളം ഒരു വേരി നമുക്ക് കിട്ടും. അത് ഏറ്റവും പെർഫെക്റ്റായിട്ട് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി ഏജിങ് ആണ്. ഏറ്റവും നല്ലത് മറ്റേ യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള സാധനം, കിഡ്നിയുടെ സ്റ്റോൺ, ഇതിനൊക്കെ ഒരു ദിവസം ഒരു 100 മില്ലി വീതം കഴിച്ചാൽ ഗംഭീരമാണെന്നാണ് ഇവരൊക്കെ പറയുന്നത് കേട്ടോ. എന്തായാലും ഒരു പുതിയ അറിവാണ്. വിനോദ, താങ്ക് യു ഫോർ ദാറ്റ്. ഇവിടെ കൊണ്ടുവന്നതിനും ഈ ഇൻഫർമേഷനും. സാജാ, നമുക്കത് എൻ്റെ സുഹൃത്തുക്കളൊക്കെ എനിക്കും കുറച്ച് തരണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കും കൊടുക്കണം കേട്ടോ. പല ആൾക്കാരുണ്ട് ഇതേ ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ നോക്കണം സാജൻ കേട്ടോ. അപ്പൊ അത്തിമരം എല്ലാവരും കണ്ടല്ലോ അല്ലേ? ആ അത്തി കായ്കൾ ഇങ്ങനെ പഴുത്ത് കിടക്കുന്നു, ഇഷ്ടം പോലെ പഴുത്ത് കിടക്കുന്നു. ഡിസംബറിലാണ് ഇത് അല്ലേ പഴുക്കുന്നത്? ഡോക്ടർ ഈ അത്തി കഴിക്കാമെന്ന് പറയുന്നത്. ഈ അത്തി കഴിക്കാനില്ല. ഞാൻ സാധാരണ സാധാരണ ഡോക്ടർക്ക് എത്തുമല്ലോ. അല്ല, ഇവിടെ എന്താ സാജ, ഇത് ഈ അത്തിയെ പക്ഷെ നമ്മൾ ഇവിടെ നമ്മൾ കാണുന്ന അത്തിയൊക്കെ ഇങ്ങനെ കടയിലാണ് വരാറ്. ഇത് ഈ കാട്ടത്തിയുടെ ഇങ്ങനെ കുറച്ചും കൂടെ മുകളിൽ കയറിയിട്ടാണ്. എന്തായാലും സെയിം സാധനം തന്നെയാണ്. ഫിഗ് തന്നെയാണ്. അല്ല, ഇത് സെയിം ഫിഗ് ആണ്. ഫിഗിന്റെ ഇത് തിന്നാൻ പറ്റും. കാണുമല്ലോ, എറുമ്പുണ്ടോ? എറുമ്പ് കയറി. പക്ഷെ എന്താ ഫിഗ്, ഫിഗ് നമ്മളിപ്പം ഫിഗ് ട്രീ ആണ് ഇത്. ഫിഗ് ആണ് നമ്മൾ പക്ഷെ കാണുന്ന ഫിഗ് പോലെയല്ലേ. കാട്ടത്തി എന്ന് ഇവർ പറയുന്നുണ്ട്. ഇത് കളഞ്ഞാല് അയ്യോ, കൊള്ളല്ലോ. അത് കൊള്ളല്ലോ. ഈ കഷ്ണം എറുമ്പില്ല. ഒറിജിനൽ ഫിഗാണ്. നമ്മളിത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ലല്ലേ? ഇതിന് പ്രത്യേക ടേസ്റ്റ്. അരി കുടിച്ച് തിന്നു നോക്കിയാൽ ടേസ്റ്റി. അല്ല, അതല്ല, അത് വളരെ ടേസ്റ്റിയാണ്. ടേസ്റ്റി ആൻഡ് ഹെൽത്തി. പക്ഷേ ഇതൊക്കെ നമുക്കറിയാം ഫിഗ് ഭയങ്കര ഗുണമാണ്. പക്ഷെ ഇത് ഒരു പുതിയ അറിവാണ്. ഇത് സാധാരണ ഈ മരം കളയല്ലേ, നമുക്ക് കുറച്ചുകൂടി വേണം. മുകളിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഏർമാടം കിട്ടും. ഏർമാടം കിട്ടി ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെള്ളം എടുത്തിട്ട് നമുക്കൊരു പണിയുണ്ട്. ഇതിന് നല്ല ഏർമാടം ആയിക്കോട്ടെ. ഗംഭീരം. ഏറ്റവും ഒരു ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയത്. ഞാനിപ്പോൾ ഒരു 25 വർഷമായിട്ട് വയനാട്ടിൽ നിന്നിട്ട് ഞാനിതിനെ കുറിച്ച് കേട്ടിട്ടില്ല. അപ്പോൾ സാജനെ ഇന്ന് കണ്ടെത്തി. സാജൻ്റെ ഈ പണി കണ്ടു. ഗംഭീര സാധനമാണ്. നമ്മളിപ്പോൾ ഒരു ലിവിങ്ങിൻ്റെ ഒരു ഹാപ്പി ലിവിങ് ആൻഡ് ഹെൽത്തി ലിവിങ്ങിൻ്റെ ഒരു കൺസെപ്റ്റുള്ള സമയമാണല്ലോ. അപ്പോൾ ഇങ്ങനെ ചില അറിവുകൾ നമുക്ക് ഉപയോഗിക്കപ്പെടുന്നത് നല്ലതാണ്. ഇതിൻ്റെ കഥ സ്റ്റോറി ഞാൻ പിന്നെ പറയാം. നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ അല്ലേ, എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്ക് വേണം കേട്ടോ. അത് എന്തായാലും വേണ്ടി വരും. സാജ, നിനക്ക് പണിയായി എന്നാണ് ഞാൻ പറയുന്നത്. ആർത്തവായ വരും. എന്താ അവർക്ക് ആർത്തവാകുന്നതിന് 2-3 ദിവസം പോയി ചൂടുണ്ടാവും. ചൂടുണ്ടാകുമ്പോൾ ഈ സാധനം കുടിച്ചാൽ മതി. ഈ മറ്റേ ആർത്തവ സമയത്ത് വയറുവേദനയ്ക്കൊക്കെ ഇത് കൊള്ളുന്നു അല്ലേ? അത് ഒരുപാട് ആൾക്കാരെ ശല്യപ്പെടുത്തുന്ന ഒരു സാധനമാണ് ഈ ആർത്തവ സമയത്തുള്ള വയറുവേദന എന്ന് പറഞ്ഞത്. എനിക്ക് അതിനെ കുറിച്ച് ഉറപ്പില്ല. പക്ഷെ സാജന്റെ ഒരു വാക്കിനെ നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ ഇവരുടെ അറിവാണല്ലോ. അല്ല, അത് നമ്മുടെ ഇത് വരുന്നതാണ്. ഈ മൂത്രക്കല്ലിന്റെ യൂട്രസുമായിട്ട് സംബന്ധിച്ചുള്ള സാധനമാണ്. കഴിച്ചാൽ മതി. ഈ നടുവേദനയും വയറുവേദനയും ഒക്കെ അതിന്റെ ഭാഗമാണ്. ഈ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട ദാഹത്തിന്റെ പ്രശ്നം. ഈ സാധനം ഒരു ഗ്ലാസ് രാവിലെ അടിച്ചു വെച്ച് നിങ്ങൾ ഒരു 12-1 മണി വരെ
വെള്ളത്തിൻ്റെ ഇതുണ്ടാവും. കള്ളുടിയന്മാരെ ഹാങ് ഓവർ പോകാൻ പറ്റുള്ളൂ അത്? ആ പല അടിച്ച് കിടന്ന് ഒരു ഗ്ലാസ് അടിച്ചിട്ട് രാവിലെ കിടന്നു രാത്രി കിടന്നു നോക്കിയാൽ നേരം വെക്കുന്ന പിന്നെ എനർജിയാ, ഭയങ്കര എനർജിയാ. ആണോ? അല്ല ഞാൻ ഇവന്റെ ഞാൻ ചോദിച്ചാണ്. അതൊരു നല്ല എങ്ങനെയുണ്ട് വിനോദ? അത് നല്ല ഐഡിയ അല്ലേ? അപ്പൊ സാജ വളരെ സന്തോഷം കേട്ടോ. അങ്ങനെ ഇത് ഞാൻ ഇനി നോക്കട്ടെ. നീ കുറച്ച് ഉണ്ടാക്കേണ്ടി വരും നൽകി ഞങ്ങളെ സുഹൃത്തുക്കളൊക്കെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കണ്ടേ നമുക്ക് അല്ലേ? അപ്പൊ അത് പിക് ഡ്യൂ നിനക്ക് അത് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഞാൻ പിന്നെ നോക്കണ്ടല്ലോ. കാരണം ഇത് ഇത്രയും അത്രയും പ്യൂറായിട്ടുള്ള അത്രയും ട്രഡീഷണൽ ആയിട്ടുള്ള നോളജ് നമുക്ക് എത്ര മണം കൊടുത്താലും കിട്ടുന്നില്ല. എനിക്കും തോന്നി ഞാനൊരു അല്ലാതെ ടേസ്റ്റിയായിട്ട് വന്നത്. ആ സമയത്താണ് ഇത് കഴിച്ചപ്പോൾ കള്ളുടിയന്മാർക്കും കൊള്ളാന്ന് നീ പറഞ്ഞല്ലേ? രാത്രി ഒരു ഗ്ലാസ് ട്രൈ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ രാത്രി വെക്കുന്നത് എനിക്ക് സംശയമുണ്ട്. ഒറ്റ ഗ്ലാസ്സിൽ വൈകുന്നേരം കിടക്കാൻ നമ്മൾ മദ്യം കഴിച്ചിട്ട് രാത്രി കിടക്കാൻ ഒറ്റ ഗ്ലാസ് കഴിച്ചിട്ട് കിടന്നു. ഈ നേരം വെക്കുമ്പോൾ നമുക്ക് നല്ല എനർജിയാക്കും ശരീരം. എനർജി അതിൽ ഞാൻ ഇത് വലിച്ചു പോകുന്നില്ലല്ലോ, വലിച്ചു കേടായി പോകുന്നില്ല. 6 ദിവസം 10 ദിവസം ഫ്രിഡ്ജ് വെക്കാം. നമ്മൾ കാരണം വെള്ളം വെക്കുന്ന 2 ദിവസം കുറച്ച് തണുപ്പ് കൂടും അത്രേ ഉള്ളൂ. അല്ല ഞാൻ ഫ്രിഡ്ജിൽ വെച്ചവനെങ്കിൽ കുറച്ചും കൂടി 6 ദിവസമൊക്കെ നമുക്ക് സുഖമായിട്ട് 10 ദിവസം വരെ നമുക്ക് സുഖമായിട്ട് പുറത്തുതന്നെ വെക്കാം അല്ലേ? ഒരു കുഴപ്പമില്ല. അപ്പൊ കുഴപ്പമില്ല. എന്നാലേ ഇത് ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പൊ എടുത്ത വഴിക്ക് ഉപയോഗിക്കണ്ടേ കേട്ടോ. സാറിന് നമ്മൾ വെള്ളം വെക്കുന്നത് അത് കണ്ടീഷൻ്റെ സംഗതി. ഇതിൽ പായില മറ്റുള്ള അണുക്കളൊന്നും കയറില്ല. അതല്ലേ വെച്ചാലും കുറെ നേരം വെച്ചാൽ കുറെ നാള് വെച്ചാൽ പോലും ആ പച്ചപ്പൊന്നും വരില്ല അല്ലേ? അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത എന്ന് തോന്നുന്നത്. എന്തായാലും സന്തോഷം. നമ്മൾ ഇത്ര നാള് ഒരുമിച്ച് നടന്നിട്ടും നീ അത്തിക്കള്ള എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സന്തോഷം എന്തായാലും കേട്ടാ. പോവാ നമുക്ക്. ശരി ശരി. വേണോ എടുക്കണോ?